ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിരിക്കുന്നു. എനിക്ക് കഴിയില്ലേ, അതുകൊണ്ടാ. വയനാടിന്റെ മന്ത്രിയായ OR കേളുവോ അല്ല നിറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചത്, അത് മുഹമ്മദ് റിയാസ് ആണ്. നീയാണോ? അതെ, ഞാനാണ്. തടസ്സങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാം. പറയാൻ തുടങ്ങിയിട്ട് ദുരന്തമുഖത്തെ രക്ഷകനാണ് റിയാസ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: താഴെ പറയുന്ന സാധനങ്ങൾ ആവശ്യമുണ്ട്. ഇതാ സാർ മൊട്ട, ബാക്ക് ടു ഹോം കിറ്റ്, അലമാര അല്ലെങ്കിൽ വാർഡ്രോബ്, കട്ടിൽ അല്ലെങ്കിൽ കോട്ട്, മേശ അല്ലെങ്കിൽ ടേബിൾ, കസേര അല്ലെങ്കിൽ ചെയർ, സ്റ്റൗ അല്ലെങ്കിൽ കുക്കിംഗ് സ്റ്റൗ, LED ബൾബ്, എമർജൻസി ലൈറ്റ്, നെയിൽ കട്ടർ, അഴ അതായത് റോപ്പ്. ഇതിനൊരു അന്ത്യമില്ലേ? ഈ പോസ്റ്റിന് കീഴെ നാട്ടുകാർ മന്ത്രി മുഹമ്മദ് റിയാസിനെ പൊങ്കാലയിടുകയാണ്. പൊങ്കാലയിടുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് പറഞ്ഞത് ശുചിത്വ പ്രശ്നമുണ്ട്, വേണ്ട എന്ന്. ഇപ്പൊ തെണ്ടുകയാണ്. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇവർക്ക് വാടക വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഇങ്ങനെ തെണ്ടേണ്ട സാഹചര്യം എങ്ങനെയുണ്ടായി? പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ, ശീലായിപ്പോയി. ആ വാടക വീട്ടിലേക്ക് മാറുന്നവർക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ ഇങ്ങനെ തെണ്ടി പിരിച്ചെടുക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ജനങ്ങൾ പണം തന്നി? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. കള്ളന്റെ ഇരിപ്പ് കണ്ട ഉത്തരം പറയണം മിസ്റ്റർ റിയാസ്. നിങ്ങൾ പിന്നെ എന്തിനാണ്? ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എന്തിനാണ് പിന്നെ നിനക്ക് തച്ച് കാച്ചു തന്നത്? മറ്റൊരിടത്തേക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞ് നിരന്നു നിന്ന് പണം ശേഖരിച്ചത്? ഉത്തരം പറയണം. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. ഞാൻ ഓടിക്കോളാം. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.